നമസ്കാരം. മിനി മാജിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആമസോണിൽ നിന്ന് 2 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന അത് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഇടും കേട്ടോ. നോക്കാമല്ലോ നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിത് ഒരുപാട് അത്യാവശ്യമായിരുന്നു. അതിന് കുറേ ദിവസമായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത് ഡൈനിങ് ടേബിളിമേ വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു ടേബിൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ചെറിയൊരു ടേബിൾ വാങ്ങിച്ചതാണ്. കണ്ടില്ലേ, സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ടേബിളാണ്. ഞാൻ കളറ് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് ഈ ഒരു കളറായിരുന്നു. അപ്പോൾ ഇനി റിട്ടേൺ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇനി അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം. ഇതുപോലെ ഒരു സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ളൊരു എന്താണ്, നമുക്ക് മടക്കിയിട്ട് വെക്കാനൊക്കെ പറ്റും. ഇതുപോലെ മടക്കി വെക്കാനൊക്കെ പറ്റും. ബെഡിൻ്റെ അടിയിലോ സോഫയ്ക്ക് അടിയിലൊക്കെ മടക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാനൊക്കെ പറ്റും. ചെറിയൊരു ടേബിൾ, അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടാ. കുറച്ച് ദിവസമായിരുന്നു ഞാനിത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ആയിരുന്നു, പക്ഷെ ഇത് വന്നപ്പോൾ ഈ ഒരു കളറായിപ്പോയി. പിന്നെ റിട്ടേൺ ഒന്നും ചെയ്തില്ല. കണ്ടില്ലേ, ഇതുപോലെ സോഫയുടെ അടിയിൽ ഇങ്ങനെ വെക്കാം നമുക്ക്. ഞാനിതാണ് ആമസോണിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ടേബിള്. എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന, എനിക്ക് കൂടുതലും ഞാൻ ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടൈലറിങ് മെഷീൻ ഉണ്ട്, അതിൻ്റെ ടേബിളിൻ്റെ അടുത്തായിട്ട് തന്നെ അത് വെച്ച്. ഇനി നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നോമ്പ് തുടങ്ങിയതിന് ശേഷം രാവിലെ അങ്ങനെ കിച്ചണിൽ വലിയ ജോലികളൊന്നും ഉണ്ടാവില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. ഒരു 3:30-4 മണിക്ക് ശേഷം അസർ നമസ്കാരത്തിന് ശേഷമാണ് കിച്ചണിൽ കയറുക. ഇന്നിപ്പോൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ കൈപ്പത്തിരിയും ഒക്കെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വൈകിട്ട് 4 മണിക്ക് ശേഷം കിച്ചണിലേക്ക് കയറിയതാണ്. ചിക്കൻ കറിയാണ് ഫസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ വറുത്തരച്ച് കറി വെക്കാമെന്ന് കരുതിയത്, പിന്നെ സാധാരണ കറി അങ്ങനെ ഉണ്ടാക്കുകയാണ്. കൈപ്പത്തിരിയിലേക്ക് അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം മീൻ മുളകിട്ടതാണ് കേട്ടോ. മീൻ മുളകിട്ട കറി ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ ഈ ഒരു ചിക്കൻ കറി ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തേങ്ങ വറുത്തരച്ച് ചെയ്തില്ല. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തരച്ച കറിയാകുമ്പോൾ നമുക്ക് അധികം പത്തിരിയിലേക്കൊക്കെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വെള്ളപ്പത്തിലേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് വെള്ളപ്പത്തിലേക്കൊക്കെ ആണെങ്കിൽ സ്റ്റൂ, മുട്ട റോസ്റ്റ് അങ്ങനെയൊക്കെയാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കുരുമുളക് പൊടിയും ഒക്കെ പാകത്തിനായിട്ട് സാധാരണ കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ എരിവൊന്നും ചേർക്കുന്നില്ല. ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നോമ്പായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല. അതിനിടയിൽ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. നോമ്പായിട്ട് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ജോലിയും അതുപോലെ വീഡിയോ എടുക്കലും എല്ലാം കൂടി എത്തില്ല. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ എല്ലാം കൂടി എത്തില്ല എന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറയുടെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് തരിക്കഞ്ഞിയാണ് കേട്ടോ. 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. പാകത്തിനുള്ള പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ റവ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട്
മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കുന്ന തരിക്കഞ്ഞിയാണ് കേട്ടോ. ഇക്കാക്ക് എന്നും നോമ്പ് 30 ദിവസം തരിക്കഞ്ഞി വേണം, ഇഷ്ടമാണ്. അപ്പം അങ്ങനെ തയ്യാറാക്കാറുണ്ട്. തരിക്കഞ്ഞി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഞാൻ ഇതേപോലെ നെയ്യിൽ വറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കും. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തരിക്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എത്ര വേഗമാണല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ എത്ര പെട്ടെന്ന് റമദാനൊക്കെ കഴിഞ്ഞത്. ഇന്നിപ്പോൾ 19ാമത്തെ നോമ്പാണ്. ഇനി ഏറി വന്നാൽ 10 നോമ്പും കൂടെ ഉണ്ട്. നാളെ ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്ക് 20ാമത്തെ നോമ്പാണ്. ഇനി ഏറി വന്നാൽ 9 10 നോമ്പും കൂടെ. എന്തായാലും 30 നോമ്പും കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന. നമ്മുടെ തരിക്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. റമദാനിന് അങ്ങനെ ഫുൾ ടൈം കിച്ചണിൽ സ്പെഷ്യലായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി റമദാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ ഇടാം. ഇനി തണ്ണിമത്തൻ ജ്യൂസും അതുപോലെ നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ വീഡിയോ സപ്പോർട്ട് കുറവാണ് എല്ലാവരുടെയും. പുതിയ കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻ്റായിട്ടൊക്കെ എങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ കൂടുതൽ ഇല്ല, ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഒരു മാസത്തിൽ പൊതുവെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവായിരിക്കും. പിന്നെ ഡെയിലി വീഡിയോസ് ഇടാണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം വ്യൂസൊക്കെ വരും. ഞാനിനി റമദാൻ കഴിഞ്ഞതിന് ശേഷം ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. ഇത് ജ്യൂസൊക്കെ റെഡി ആവുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാനും ഉയ്ക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാറുള്ളത്. നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോസൊക്കെ ആയിട്ട് ഇടാം. കൈപ്പത്തിരി ഇതിനിടയിൽ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാതിരുന്നതാണ്. കാരണം ഞാൻ കൈപ്പത്തിരിയും നൈസ് പത്തിരിയൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ സമൂസ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. കുറച്ച് സമൂസയൊക്കെ ഫ്രൈ ചെയ്തു. പത്തിരിയും ചുടൽ കഴിഞ്ഞു. പിന്നെ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴംപൊരി തയ്യാറാക്കിയതിന് ശേഷം ബാക്കിയുള്ള സമൂസയും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് റമദാൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിനിടയിലൊക്കെ വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഞാനെപ്പോഴും വീഡിയോക്ക് അവസാനം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എന്ന് പറയാറുണ്ട്. പിന്നെ കുറച്ച് കാലത്തേക്ക് കാണാറില്ല എന്ന് പറയുന്നുണ്ട്. അത് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ, പറ്റാത്തതാണ്. ഇനി എന്തായാലും തീർച്ചയായിട്ടും നല്ല വീഡിയോസുമായിട്ട് വരാം.